നമ്മൾ പൊതുവെ നീതി ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു കുറ്റവാളിയെ വേണ്ട രീതിയിൽ കോടതി ശിക്ഷിക്കുമ്പോൾ നമ്മിലെ നീതിബോധം സംതൃപ്തമാകും. എന്നാൽ തെറ്റ് ചെയ്ത ഒരാളെ വേണ്ട രീതിയിൽ ശിക്ഷിക്കാതെ വിട്ടയച്ചാൽ നീതി നിർവഹണത്തിൽ വീഴ്ചയുണ്ടായെന്ന് നാം വിമർശിക്കും. മനുഷ്യൻ്റെ നീതിബോധം ഇങ്ങനെയാണെങ്കിൽ പരമപരിശുദ്ധനും അങ്ങേയറ്റ നീതിമാനുമായ ദൈവത്തിൻ്റെ നിലപാട് എത്ര നിഷ്പക്ഷവും ഉന്നതവുമായിരിക്കണം. ദുഷ്ടതയോടും അനീതിയോടുമുള്ള ദൈവത്തിൻ്റെ നിലപാട് വചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല, അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല, നീതിയോട് പ്രവർത്തിക്കുന്നവരൊക്കെ നീ പകയ്ക്കുന്നു, ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും, രക്തപാതവും ചതിവുമുള്ളവനെ യഹോവയ്ക്ക് അറപ്പാകുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു: ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും ദൈവത്തിന് വെറുപ്പ്. ഇങ്ങനെയുള്ള ദൈവം സകല വിധത്തിലും ദൈവം മുൻപാകെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന സകല പാപങ്ങളും ചെയ്ത് ദൈവത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരം പരമാവധി ശിക്ഷാവിധിക്ക് യോഗ്യരായി നിൽക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കാതെ വിട്ടിരിക്കുന്നുവെന്ന് സുവിശേഷം വിളിച്ചു പറയുമ്പോൾ നാം അതെങ്ങനെ ഉൾക്കൊള്ളും? ഒരിക്കലും പാപത്തെ അതെത്ര ചെറുതെന്ന് നമുക്ക് തോന്നിയാലും ശിക്ഷിക്കാതെ വിടുന്നതിന് നീതി സ്വരൂപനായ ദൈവത്തിന് കഴിയില്ല. അപ്പോൾ പിന്നെ മനുഷ്യനെ ദൈവം നീതീകരിച്ചത് എങ്ങനെയാണ്? ഇതിനുള്ള ഉത്തരം കാൽവരി ക്രൂശിലാണ് നാം കാണുന്നത്. നിത്യദൈവമായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന് നാം ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് നമുക്കുള്ള മുഴുവൻ ശിക്ഷയും സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമുക്കെതിരായ ശിക്ഷാവിധിയിൽ നിന്നും നമ്മെ രക്ഷിച്ചു. വചനം ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നു: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശുവിൻ്റെ ജനനത്തിന് 700ഓളം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പ്രവചന പുസ്തകത്തിൽ യെശയ്യാവ് യേശുവിനെക്കുറിച്ച് മുൻകൂട്ടി ഇങ്ങനെ പറയുന്നു: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. പാപപരിഹാരത്തിനായി മനുഷ്യന് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയാതിരിക്കെ തൻ്റെ അനന്തമായ സ്നേഹത്താലും കരുണയാലും യേശു ക്രൂശിൽ നിവർത്തിച്ച ദൈവനീതിയെ വിശ്വസിക്കുന്ന നമ്മുടെ മേൽ തികച്ചും സൗജന്യമായി ദൈവം കണക്കിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനെയും നീതിമാനായ ദൈവം കൃപയാൽ പ്രഖ്യാപിക്കുകയാണ്. വചനം വ്യക്തമാക്കുന്നു: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഇത്രയും നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഏകയാകത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവും സാക്ഷിക്കുന്നു. ഇങ്ങനെ പാപിയായ മനുഷ്യനെ നീതിമാനായ ദൈവം നീതീകരിച്ച് തൻ്റെ പുത്രനെ തകർത്തുകൊണ്ടാണ്. പാപം നിരുപാധികം ക്ഷമിക്കുകയല്ല ദൈവം ചെയ്തത്. നമുക്ക് വരേണ്ടിയിരുന്ന സകല ശിക്ഷയും യേശുവിൻ്റെ മേൽ ചുമത്തുകയാണ് ചെയ്തത്. യേശു നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഴുക്രോധവും ക്രൂശിൽ ഏറ്റെടുത്തതുകൊണ്ട് നമ്മെ തൻ്റെ കൃപയാൽ രക്ഷിച്ചു. പാപം വെറുതെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നീതി സ്ഥാപിക്കപ്പെടുകയില്ല. ദാനധർമ്മങ്ങൾ കൊണ്ടോ തീർത്ഥയാത്ര കൊണ്ടോ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ മനുഷ്യൻ ദൈവത്തോട് ചെയ്ത അസംഖ്യങ്ങളായ അതിക്രമങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയില്ല. യേശുക്രിസ്തു അല്ലാതെ ചരിത്രത്തിൽ ആരും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പകരമായി ദൈവം മുമ്പാകെ പ്രായശ്ചിത്ത ബലിയായി തീർന്നിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ദൈവത്തോട് നാം സമാധാനം പ്രാപിക്കണമെന്ന് ദൈവം സകല മനുഷ്യരോടും കൽപ്പിക്കുന്നു. ഈ നീതീകരണം കേവലം ഒരു തിയറി അല്ല, ഇത് നിർണയപ്രകാരമുള്ള ആത്യന്തിക സത്യമാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് സത്യം വിശ്വസിക്കുക എന്തു മാത്രമാണ് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഇനി ചെയ്യുവാനുള്ളത്. ഇങ്ങനെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച മനുഷ്യന് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ ദിവസങ്ങളിൽ യേശുവിൽ വിശ്വസിച്ച് ഈ നീതി പ്രാപിക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.